പാർട്ടിയെ പിടിച്ചുലച്ച കത്തുചോർച്ചാ വിവാദത്തിൽ നിയമ നടപടി സ്വീകരിക്കാൻ CPIM തനിക്കും മകനുമെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾ പിൻവലിച്ച് ഖേദം പ്രകടിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് പരാതിക്കാരനായ മുഹമ്മദ് ഷർഷാദിന് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വക്കീൽ നോട്ടീസ് അയച്ചു. പൊളിറ്റ് ബ്യൂറോയ്ക്ക് നൽകിയ പരാതി ചോർന്നു എന്ന ആരോപണവും വക്കീൽ നോട്ടീസിൽ നിഷേധിക്കുന്നുണ്ട്. എന്നാൽ നിരവധി തവണ പരാതി ലഭിച്ചിട്ടും രാജേഷ് കൃഷ്ണയെ പാർട്ടി കോൺഗ്രസിൽ പ്രതിനിധിയാക്കിയത് എങ്ങനെയെന്നതിൽ നേതൃത്വത്തിന് ഇപ്പോഴും ഉത്തരമില്ല. വിവിധ മാധ്യമങ്ങൾക്ക് നൽകിയ പ്രതികരണങ്ങളിൽ ഉന്നയിച്ച ആരോപണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് MV ഗോവിന്ദൻ വക്കീൽ നോട്ടീസ് അയച്ചത്. PBക്ക് നൽകിയ പരാതി താനും മകനും ചേർന്നാണ് ചോർത്തി നൽകിയെന്ന ആക്ഷേപം മാനഹാനി ഉണ്ടാക്കുന്നതും പൊതുപ്രവർത്തകർ എന്ന നിലയിൽ സമൂഹത്തിലുള്ള മാന്യത ഇല്ലാതാക്കാനുള്ള ശ്രമവുമാണെന്നാണ് വക്കീൽ നോട്ടീസിൽ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. നോട്ടീസ് ലഭിച്ച് 3 ദിവസത്തിനകം ആരോപണങ്ങൾ പിൻവലിച്ച് ഖേദം പ്രകടിപ്പിക്കണം. ആരോപണം പിൻവലിച്ചും ഖേദം പ്രകടിപ്പിച്ചും പൊതുപ്രസ്താവന നടത്തണം. ഇത് സംബന്ധിച്ച് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച പോസ്റ്റുകളെല്ലാം മായ്ച്ചു കളയണം എന്നീ ആവശ്യങ്ങളും നോട്ടീസിൽ ഉന്നയിച്ചിട്ടുണ്ട്. അല്ലാത്തപക്ഷം നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്നാണ് നോട്ടീസിലെ മുന്നറിയിപ്പ്. PBക്ക് നൽകിയ പരാതി പരാതിക്കാരൻ തന്നെ മാധ്യമങ്ങൾക്കും അടുപ്പമുള്ളവർക്കും നൽകിയിട്ടുള്ളതാണെന്ന വാദവും നോട്ടീസിലുണ്ട്. പൊതുമധ്യത്തിൽ ലഭ്യമായ പരാതി ചോർന്നതെന്ന ആരോപണം നോട്ടീസ് നിഷേധിക്കുന്നു. ഇതേ വാദമാണ് ഇന്നലെ രാജേഷ് കൃഷ്ണയും ഉന്നയിച്ചത്. പരാതിക്കാരനായ മുഹമ്മദ് ഷർഷാദിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമ്പോഴും ആരോപണ വിധേയനായ രാജേഷ് കൃഷ്ണയ്ക്ക് എങ്ങനെയാണ് സംരക്ഷണം കിട്ടിയത് ചോദ്യത്തിന് ഇപ്പോഴും നേതാക്കൾക്ക് ഉത്തരമില്ല. ഏറ്റവും ഗുരുതരമായ ആരോപണമുള്ളത് പാർട്ടി സെക്രട്ടറിയുടെ മകന് നേരെയാണ്. അദ്ദേഹം ഈ ആരോപണത്തിന് മറുപടി പറഞ്ഞിട്ടില്ല. രാജേഷ് കൃഷ്ണയെ അറിയില്ലെന്ന് ഈ ആരോപണ വിധേയരായ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? നിർണായക ചോദ്യങ്ങൾക്ക് മറുപടിയില്ലെങ്കിലും സംസ്ഥാന സെക്രട്ടറിയെ പ്രതിരോധിക്കാൻ നേതാക്കൾ സജീവമായി രംഗത്തുണ്ട്. ഈ കത്ത് വിവാദവും അല്പായുസ് മാത്രമുള്ള ഒരു കാര്യമായി കെട്ടടങ്ങും. തിരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുള്ള നീക്കമാണ് കത്ത് ചോർച്ച വിവാദമെന്ന ആക്ഷേപവും CPIM ഉയർത്തുന്നുണ്ട്. പരാതിയെക്കുറിച്ച് EP ജയരാജൻ വിളിച്ചന്വേഷിച്ചതായി മുഹമ്മദ് ഷർഷാദ് സ്ഥിരീകരിച്ചു. രാജേഷ് കൃഷ്ണയുമായുള്ള അടുത്ത ബന്ധമാണ് അദ്ദേഹത്തെ സംരക്ഷിച്ചു നിർത്താൻ കാരണമെന്ന ആക്ഷേപമാണ് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെതിരെ ഉയരുന്നത്. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.